ഇങ്ങനെ ജീവിതത്തിലെ എല്ലാം ആശയം നഷ്ടപ്പെട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ കണ്ടെത്തുക, യഹോവയെ അന്വേഷിക്കേണ്ട സമയത്ത് എത്തുക. നിന്റെ യൗവന കാലത്ത് യഹോവയെ അന്വേഷിക്കുക. നിനക്ക് വയ്യ എന്ന് പറയുന്ന കാലം വരും, അപ്പോൾ യഹോവയെ അന്വേഷിക്കാൻ പോകണ്ട കേട്ടോ. യൗവനകാലം ചോരയും നീരുമുള്ളപ്പോൾ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. യൗവനകാലത്തിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ നിനക്ക് വരും, ദുർദിവസങ്ങൾ നിനക്ക് വരും. നമ്മുടെ ഡയബറ്റിക് ഉള്ളവർക്കറിയാം, ഷുഗർ നിയന്ത്രണാതീതമായ ഒന്ന് രക്തത്തിൽ വർദ്ധിച്ചാൽ പ്രജ്ഞ നഷ്ടപ്പെട്ട പോലെയാണ്. ഇരിക്കുന്നതൊന്നും എഴുന്നേക്കാൻ നിവൃത്തിയില്ലാതെ വരും. ഗുളിക എവിടെ ഇപ്പോൾ എടുത്ത് കഴിക്കാൻ നിവൃത്തിയില്ലാതെ വരും. ആര് വന്നപ്പോൾ വീട്ടിലെങ്കിൽ അപ്പം മരിച്ചും, അങ്ങനെ എത്രയോ പേര് മരിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, എന്നാൽ മരിക്കുമെന്ന് ഓർത്താലും ദുഃഖിക്കണ്ട. എന്നാൽ ക്രിസ്തു നിദ്രകൊണ്ടവരിൽ ആദ്യപരമായി മരിച്ചവരെ ഉയർത്തിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ഉയർപ്പുണ്ട്. ആ പ്രത്യാശയാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എനിക്ക് ഉയർപ്പുണ്ട്. കർത്താവ് പറഞ്ഞ എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തത് എന്നാളും ജീവിക്കും, ഒരു നാളും മരിച്ചു പോകുകയില്ല. അവസാന നാളെ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവിനെ ശരീരക്കം അനുഭവിച്ചു. കർത്താവ് യേശുവോടിന്റെ ശരീരക്കം അനുഭവിക്കാൻ നിങ്ങളെ ഭാഗ്യമുള്ളവരാക്കി അർഹരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.